അതാ വിളിച്ചു. രാവിലെ തന്നെ ദേഷ്യത്തിലാണല്ലോ വിളി. ആരാ എന്താ കുറ്റം ചെയ്തത് ആവോ? എല്ലാ കുറ്റങ്ങളും വജ്രായുധം പോലെ എന്റെ നിരക്കാണല്ലോ വരണത്. എവിടെ നോക്കിയാലും എന്ത് കാര്യത്തിനും ഞാൻ വേണം. എത്തിപ്പോയി. എത്തി എത്തി. എന്താ എന്താ അക്കൗണ്ട്സ് ഫയൽ? അതല്ല. അയ്യോ മറന്നു. വിളി കേട്ട് പരിഭ്രമിച്ച് ഓടി വരുന്നതിനിടയില് ഇടാൻ മറന്നു. ഞാൻ പാന്റ് ഇട്ടിട്ട് വരാം. ഇവിടെ തരിക. ഒരു മറവ് പറ്റിപ്പോയി സുഹൃത്തിനെ. ഇന്നലെ ഒന്നും തുടങ്ങിയതല്ലോ ഈ മറവി. ആട്ടെ, രമയുടെ കാര്യം ഞാൻ ഓപ്പയോട് പറഞ്ഞു. ആ സംഗീത കോളേജിന്റെ കാര്യം പണവും തന്നെ ഏൽപ്പിച്ചല്ലേ? പിന്നെന്താ ഒരു കമ്പ്യൂട്ടർ? ആദ്യം മാനേജർ അടിയോടിയുടെ അടുത്ത് ഏൽപ്പിച്ചിരുന്നാണല്ലോ. ഓപ്പയോട് പറഞ്ഞാൽ ഓപ്പയല്ലേ കാര്യം ചെയ്യേണ്ടത്, അല്ലാതെ അടിയോടിയാണോ? എവിടെയാ അയാള്? അടിയോടി ചതിച്ചോ അതോ ചതിയോടി അടിച്ചോ ചോദിച്ചിട്ട് തന്നെ കാര്യം. അടിയോടി 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 എന്തോ ബെസ്റ്റ്. കിഴക്കും പടിഞ്ഞാറും ഒന്നിക്കുന്ന വേഷം. പണ്ട് കാലത്ത് പള്ളിക്കൂടം മുൻഷിമാരിങ്ങനെ ആയിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. കോട്ടില്ലേ? കോട്ടിന്റെയും ചീലയുടെയും കാര്യം പറയാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് വരവിന്റെ സ്പീഡ് കണ്ടപ്പോഴേ മനസ്സിലായി. എന്താ കാര്യം? മാനേജറെ കാണാത്തോണ്ട് സുഭദ്ര അവിടെ കിടന്ന് ചാടുന്നു. ആ ചാട്ടമൊക്കെ എന്നും ഇവിടെ പതിവുള്ളതല്ലേ? അവരുടെ സംഗീതത്തിനുള്ള ആന്റിബയോട്ടിക്സ്. അത് മുടങ്ങാതെ 4 നേരം ചാടണം. രോഗം കലശലല്ലേ? ഇതൊക്കെ നേരിട്ട് പറയാൻ പാടില്ലായിരുന്നോ? വയറ്റിപ്പഴപ്പായി പോയി. ഓപ്പേ ആദ്യം ഇങ്ങോട്ട് എടുത്തേ. എന്താ അതങ്ങോട്ട് എടുത്തിടുക. ഒരു കാര്യം പറഞ്ഞ കൃത്യമായിട്ട് ചെയ്യുകയില്ല. ചെയ്തോണ്ടിരിക്കല്ലേ? ഇപ്പൊ ഇതിനെനിക്ക് കിട്ടിയതേ ഉള്ളൂ. കളിയൊക്കെ അവിടെ, കാര്യം ഇവിടെ. ഇത് സംഗീത കുടുംബം, സംതൃപ്ത കുടുംബം. എന്നിട്ടാണോ രമയ്ക്ക് സംഗീത കോളേജിൽ അഡ്മിഷൻ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് മറ്റെന്തിനോ മേടിച്ചു കൊടുത്ത്? ഏത് രമ? ഏത് രമയൊന്നോ? രമ അറിയില്ലേ? സുധാകരന്റെ രമ. ഓ ആ രമ. 10-25 തലങ്ങും വിലങ്ങും ഇവിടെ കൂടെ തുള്ളിക്കൊണ്ട് നടക്കുമ്പോ ഏതാ രമ, ഏതാ രമ്യ, ഏതാ പുഷ്പ എന്നൊക്കെ എങ്ങനെ അറിയാനാ? അല്ലെങ്കിലും തനിക്ക് ഒന്നെന്ന് പറഞ്ഞ 4 ചോദിച്ച അതല്ല. രമയ്ക്ക് എന്തിനാ മറ്റെന്തിനോ അഡ്മിഷൻ മേടിച്ചു കൊടുത്ത്? മറ്റെന്തിനോ അല്ല, കമ്പ്യൂട്ടർ സ്റ്റഡീസ്, മോസ്റ്റ് അഡ്വാൻസ്ഡ് ആപ്ലിക്കേഷൻ. അതിനാ സുഭദ്ര അവിടെ കിടന്ന് ചാടുന്നത്. കമ്പ്യൂട്ടറിലെ ചാട്ടോ ആയമ്മയ്ക്ക് അറിയോ? ഓപ്പേ സുഭദ്രാമ്മ അതും ഇതൊക്കെ പറയും. അക്യൂട്ട് മ്യൂസിക്കൽ സിൻഡ്രോം എന്ന് പറയുന്ന അസുഖം അവർക്ക്. എവിടെ നോക്കിയാലും സംഗീതം. കുട്ടികളുടെ ഭാവിയല്ലേ നമ്മൾ നോക്കേണ്ടത്. ആ കുട്ടിക്ക് അതാ ഇഷ്ടം. ഒരാളെങ്കിലും ഇവിടത്തെ ആട്ടത്തിനും പാട്ടിന്നും ഒന്ന് രക്ഷപ്പെടുത്താന്ന് വിചാരിച്ചപ്പോ അത് താനാണോ നിശ്ചയിക്കുന്നത്? ഞാനല്ല നിശ്ചയിച്ചത്. ആ പെണ്ണിന്റെ അച്ഛനും അമ്മയും തന്നെയാ. ഒരു കാര്യം ഞാൻ പറയാം, സൂക്ഷിച്ചില്ലെങ്കിൽ സുഭദ്രാമ്മയുടെ പാട്ടിനനുസരിച്ച് നമ്മൾ ഈ വലിയ ബംഗ്ലാവിനകത്ത് കിടന്ന് തുള്ളേണ്ടി വരും. കേട്ടോ ഓപ്പേ? കേട്ടോ? പുറകെ വിളിച്ചു. ഡ്രൈവർ ഓപ്പ എവിടെ? ഓപ്പയല്ലേ നിക്കണേ? ഇതെന്താ ഈ കോലത്തില്? പാന്റും കൈയൊക്കെ അങ്ങ് ഉപേക്ഷിച്ചോ? ഇതാവുമ്പോ ഇത് ഇടാൻ മറന്നാലും കലശലായിട്ട് പരിഭ്രമിക്കേണ്ട കാര്യമില്ല. ഇനി മുതൽ ഇതാ വേഷം ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. താൻ എന്തിനാ ശകുനം മുടക്കാൻ പുറകിൽ വിളിച്ച? എങ്ങോട്ട് പോവുക? അതിപ്പോ തന്നെ ബോധിപ്പിക്കണമെന്നുണ്ടോ? ബോധിപ്പിക്കണമെന്ന് വെച്ചാ കേട്ടോളൂ. ആ കൊച്ചനെ കൂട്ടിക്കൊണ്ടുവരാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് മറന്നിട്ടൊന്നുമില്ല. ഏത് കൊച്ചനെ? ആ കൊച്ചന്റെ പേര് ഇപ്പൊ നാവിൻ തുമ്പത്തുണ്ടായിരുന്നു. മുംബൈ. സത്യേന്ദ്രൻ ഫ്രം മുംബൈ. ഞാൻ പോവാന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഒരതിഥി വീട്ടിൽ വരുമ്പോ മാനേജരാണോ എതിരേൽക്കാൻ പോകുന്നത്? വീട്ടുകാരൻ പോണ്ടേ? അത് ബുദ്ധിയുള്ള ആരെങ്കിലും പോണ്ടേ? അല്ല, സത്യേന്ദ്രനെ കണ്ട ഓപ്പയ്ക്ക് തിരിച്ചറിയാൻ പറ്റോ? സത്യേന്ദ്രനെ കണ്ടാൽ അറിയും. അവന്റെ അമ്മ ഭാനുമതി അറിയും. അവന്റെ അച്ഛൻ മഹേന്ദ്ര സിൻഹ അറിയും. എങ്ങനെ? കഴിഞ്ഞ പ്രാവശ്യം സുഭദ്രയോടെ മുംബൈയിൽ കച്ചേരിക്ക് പോയത് ഞാനായിരുന്നില്ലേ? അവരുടെ വീട്ടിലല്ലായിരുന്നു ഡിന്നർ. പൊടി പൂരമായിരുന്നു വിത്ത് കോക്ടെയിൽ. കഴിഞ്ഞ പ്രാവശ്യം മാഡത്തിന്റെ കൂടെ മുംബൈ പോയത് ഞാനല്ലേ? എന്നാ അതിന് മുമ്പിലത്തെ പ്രാവശ്യം? 2 പ്രാവശ്യമായിട്ട് ഞാനല്ലേ പോകുന്നത്. എന്നാ 3 വർഷത്തിന് മുമ്പായി. ഓപ്പയ്ക്ക് തിരിച്ചറിയാൻ 2-3 വർഷം കൊണ്ടൊരു പയ്യൻ എന്ത് മാറ്റം വരാനാ? ഡോണ്ട് വറി, ഇങ്ങോട്ട് നീങ്ങിക്ക്. പിന്നെ സഹായത്തിന് ദേ ഇവനും ഉണ്ടല്ലോ. എന്നാലും ഞാനും കൂടി വരണ്ട, വണ്ടി വിട്. നോട്ട് നെസസറി മാൻ. തിരിഞ്ഞു. ഹലോ ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം. ഹലോ എത്തിയല്ലേ? എത്തിച്ചു. നന്നായി. ആൾക്കൊരു മാറ്റവും വന്നിട്ടില്ല. ഞാൻ മറന്നു പോകുന്നു. മറക്കുകയായിരുന്നു. സാധനം ലഗേജ് പുറകെ വരുന്നുണ്ട്. ഒച്ച വരും മുന്നേ ആന വരും പിന്നെ എന്നാണല്ലോ. കൊറേ ഉണ്ടാവുമല്ലേ? എപ്പ വരും? പെട്ടികൾ. പെട്ടി അത് പറയോ? പെട്ടി എടുക്കാൻ അടിയോടി വരട്ടെ. വരിക. ഇത്രയും ഒപ്പയ്ക്ക് പറയാനുള്ളൂ. കുറച്ചുകൂടി പറഞ്ഞോളൂ.
ഇനി സമയമുണ്ടല്ലോ പറയാൻ. മിസ്റ്റർ സത്യേന്ദ്രന്റെ മലയാളം നന്നായിട്ട് അറിയാമല്ലേ? നിങ്ങൾക്ക് ഏത് മലയാളമാണ് വേണ്ടത്? കോഴിക്കോട്, കൊയിലാണ്ടി, തിരൂര്, മലപ്പുറം, കുന്നംകുളം, ചാവക്കാട് വഴി തിരുവനന്തപുരം, ലാൻഡ് ടിവിയിൽ കമ്മൽ. തമാശക്കാരനും കൂടെയാണല്ലേ? ഞാൻ വിചാരിച്ചു പുറം രാജ്യത്തൊക്കെ ആവുമ്പോ മലയാളം അറിയില്ല എന്ന് പറയുമെന്ന്. ഒരു തമാശ. നന്നായിട്ട് പാടുമല്ലേ? നന്നായി പാട് പാടാറുണ്ട്. അല്ല, നന്നായി പാട്ട് പാടാറുണ്ട്. കേട്ടിട്ടുണ്ടോ? ഇല്ല, അല്ല, പാട്ട് പാടുന്ന കേട്ടിട്ടില്ല. എന്നാലും ഇങ്ങനെ കാറി പോകുമ്പോ കുറച്ച് ഹിന്ദുസ്ഥാനി സംഗീതം കേൾക്കുന്നത് ഒരു സുഖമല്ല. എന്താ സംശയം? ഒന്ന് പാടുവോ? താനിപ്പോ എന്താ പാടിയേ? എന്താ പാട്ട്? ശൈലേക്ക് വേറെ പാട്ട് പാടോ? റോഡിനകത്ത് കയ്യിൽ കയറുമായി സുന്ദരി നിർത്തിയാൽ താൻ ആരാ? സത്യേന്ദ്രനാ? സത്യേന്ദ്രനാണെന്ന് താൻ എന്റെ കാർ കയറിയേ? ഞാൻ പറഞ്ഞ സത്യേന്ദ്രനാ. തന്നെ ഏൽപ്പിച്ചേ തരം പറയരുത്. ഞാൻ സദാം ഹുസൈന്റെ മകൻ അബ്ദുള്ള. തന്റെ ഫാമിലി ഹിസ്റ്ററി ഒരുപാട് പറയാനുണ്ടാവും. ഇവിടെ വെച്ച് പറയണ്ട. വീട്ടിൽ വന്ന് തിരിച്ചു പോകാൻ ഓട്ടോറിക്ഷ ചെല്ലും താച്ചേട്ടാ. തനിക്ക് ആട്ടോ? ഞാൻ ആടി നിൽക്കുക. നടന്നു പോടോ. ഒത്തിരിയോട് ഞാനിനി എന്താ പറയാ? ഞാൻ പറയാം. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണോ തിരിച്ച് ബംഗ്ലാവിലേക്ക് പോണോ? സത്യേന്ദ്രൻ എവിടെയെന്ന് വെച്ചാ സുഭദ്രയോട് എന്താ പറയാ? എവിടെ? മുറിക്കുള്ളൂ. നീ പൊക്കോളൂ. ഓപ്പേറ്റു. എടാ കള്ള, ഇങ്ങോട്ട് ഇറങ്ങി വരിക. ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. ഓപ്പയാണ് വിളിക്കുന്നത്. വരാൻ. ഓ, വരുന്നുണ്ട്. മുറിക്കുള്ളി കള്ളൻ. അടിയോട് പോയി നോക്കുക. ഓപ്പ നോക്ക. അടിയോട് പോയി നോക്കുക. ഓപ്പ നോക്ക. അടിയോട് പോയി നോക്കുക. ഓപ്പ നോക്ക. ഇത് കള്ളനല്ല, സത്യനാ. മരിച്ചുപോയ ശരത്ചന്ദ്ര സിൻഹയുടെ ചെറുമകൻ, ഭാനുമതി സിൻഹയുടെ മകൻ. മുംബൈയിൽ സത്യന്റെ അവിടെ കച്ചേരി നടത്ത ഓപ്പ പോയില്ലേ? ഡിന്നർ കഴിച്ചില്ലേ? കോക്ടെയിൽ അടിച്ചില്ലേ? അല്പം മുമ്പ് കാറിനകത്തിരുന്ന് മാപ്പിളപ്പാട്ടം കേട്ടില്ലേ? അതാര് പറഞ്ഞു? ആ ഡ്രൈവർ എല്ലാം എന്റെ അടുത്ത് പറഞ്ഞു. സ്റ്റേഷനിൽ ഒരു വായി നോക്കിയും കാണാത്തുണ്ട്. സത്യേന്ദ്രൻ ഇങ്ങോട്ട് ഫോൺ ചെയ്തിരുന്നു. ഞാൻ ആ കാറും കൊണ്ടുപോയി വിളിച്ചോണ്ട് വന്നത്. അടിയോടി, ഞാനാണ് സത്യേന്ദ്രനെ റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചോണ്ട് വന്നതെന്ന് സുഭദ്രയോട് പറയണം. അനിയനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. തെറ്റിദ്ധരിക്കരുത്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ചു ആള് മാറിപ്പോയി, ഇവിടെ വെച്ചു ആള് മാറിപ്പോയി. ക്ഷമിക്കണം. ഇത്രേ ഓപ്പയ്ക്ക് പറയാനുള്ളൂ. അയ്യോ, എന്താ? ഒന്നുമില്ല. പിന്നെ 2-3 പ്രാവശ്യം അയ്യോ നിലവിളിച്ചത്? ഒന്നുമില്ല, പൊക്കോളൂ. അതെ, ഏഭ്യാദി ലേഹ്യം വാങ്ങി കഴിക്കുക. അല്പ കുറവ് കിട്ടും. കൊള്ളല്ല. അല്ല, ഭ്രാന്തിന്. ഇത് തളം തന്നെ വേണ്ടി വരും. ഓപ്പയുടെ ഒക്കെ പോയി. താനാരാ? ഞാൻ ഓപ്പ. അപ്പൊ ഞാനോ? സത്യ അല്ല. അതെ, ബോംബെയിലെ ഭാനുമതി സിൻഹയുടെ ഹസ്ബൻഡ്. അല്ല, മകൻ. പാട്ടുകാരൻ. പാടൂ, എന്താണല്ലേ കള്ളറങ്ങൂ. രമളയും താരകളും പിടിച്ചു കൊണ്ടുപോ. കഥ പറയാം. ആരാ ഉമ്മ തന്നത്? നീ ഫോൺ മാറ്റി ഇവിടെ നിൽക്കായിരുന്നോ? ഞാനിത് എവിടേക്ക് അന്വേഷിച്ചു. അത് ഓപ്പയ്ക്ക് തരിക. കുറച്ച് പാർട്ടീസിനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പെൺകുട്ടികൾ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം. ഇത്രയും ഓപ്പയ്ക്ക് പറയാനുള്ളൂ. ഒപ്പിക്കുള്ളൂ. എവിടുന്ന? ഞാൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. എന്താ കാര്യം? ഇവിടെ വെച്ച് തന്നെ കണ്ടത് നന്നായി. ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. അലമാരി വെച്ചിരിക്കുക. അയ്യോ, കാണണ്ട. എന്നാലും ഒന്ന് കാണാലോ. പിന്നെ സൗകര്യപൂർവ്വം കണ്ടോളാം. ഇപ്പൊ തന്നെ കാണുന്നില്ലല്ലോ. അത് പോരാ, ഇപ്പൊ തന്നെ കാണും. അത് പിന്നെ എപ്പോഴായാലും കണ്ടാ പോരെ?
അത് മാത്രമല്ല ഇതിനകത്തിരിക്കുന്ന സാധനത്തിന് സത്യത്തിനായിട്ടൊരു കണക്ഷനും അതെ, അതും കൂടി പറയാനാണ് ഞാൻ തന്നെ അന്വേഷിച്ചത്. പിന്നെ ബോംബെയിൽ ഒരു കച്ചേരി നടത്തണം, എന്റെ വയലിൻ കച്ചേരി. അതിനു വേണ്ടി ഒരു വയലിൻ ഞാൻ മാറ്റി വെച്ചിരിക്കാം, അറിയാതെ. എന്റെ ഒന്നുമില്ല. ഞാനേ അസലായിട്ട് വയലിൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ ചുമ്മാ ഇരിക്കാം. പറഞ്ഞു ആ തൂത്തുക്കുടിയിലോ അല്ല പിന്നെ ചാലക്കുടിയിലോ ലാൽക്കുടിയിലോ ഒരു വലിയ വയലിൻ തോന്നുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കൂടെ ആയിരുന്നു ഞാൻ. ചെന്ന് കേറി 24 മണിക്കൂർ കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ജയ് ശ്രീനിവാസ നീ പോയി തനിയെ വായിക്കോ, അതാ ഉനക്ക് ബെറ്റർ. അന്ന് മുതൽ എന്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹമാണ് ബോംബെയിൽ ഒരു വയലിൻ കച്ചേരി നടത്തുന്നത്. ബോംബെയിൽ നല്ല ഇൻഫ്ലുവൻസ് കാണുമല്ലോ, എന്നാ കച്ചേരി ഗംഭീരമായിരിക്കും. വയലിൻ ഇന്ന് വയലിൻ കാണാൻ പറ്റിയ മുഹൂർത്തമല്ല, പോരാത്തന് ഇപ്പൊ യമകണ്ഠ കാലം കൂടെ. യമകണ്ഠമാണോ? നീയും കാണണ്ട ഞാനും കാണണ്ട. ഓപ്പ ഒരു വയലിൻ ഉസ്താദല്ലേ? കൊച്ചു കള്ളൻ ആരോടും പറയാതെ ഞാനൊരുമാരട്ടെ. ഇതാ മാപ്പിള പാട്ടുകാരനല്ലേ? നിനക്കെന്താ ഇവിടെ കാര്യം? എന്ത് ഗുണ്ട്